കോട്ടയം പഴയ സെമിനാരിയിൽ നടന്നുവരുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി യോഗങ്ങളും ദിശാബോധത്തിൻ്റെയും മലങ്കര സഭയുടെ ചരിത്ര സാക്ഷ്യത്തിൻ്റെയും നേർമുഖങ്ങളാണ്. ദൈവത്തിന് അളവറ്റ കൃപയാലും കരുണയാലും സഭയുടെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി കൂടുവാൻ തക്കവണ്ണം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മാനേജിംഗ് കമ്മിറ്റി ഹാൾ നവീകരിക്കപ്പെട്ട് ഒക്ടോബർ മാസം 8-ാം തീയതി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനിയാൽ കൂദാശ ചെയ്യപ്പെടുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിസന്ധിയിലും പ്രയാസഘട്ടങ്ങളിലും വേദനകളുടെ ഘട്ടങ്ങളിലും മലങ്കര സഭയെ കൈവിടാതെ പിടിച്ച ഒരു മണ്ണാണ് പഴയ സെമിനാരിയുടെ ഭൂമിയും അതിൻ്റെ ജനസമൂഹവും എന്ന് പറയുന്നത്. വേദനയുടെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്ത് സഭയുടെ താങ്ങായി നിന്ന പഴയ സെമിനാരിയിലാണ് കാലാകാലങ്ങളായി പരിശുദ്ധ സഭയുടെ നിർണായക സമിതിയായ മാനേജിംഗ് കമ്മിറ്റി കൂടി വരുന്നത്. എന്നാൽ കാലപ്പഴക്കം കാരണങ്ങളും സൗകര്യങ്ങളുടെ പ്രതിസന്ധി ആ മാനേജിംഗ് കമ്മിറ്റി ഹാളിനുണ്ട് എന്നുള്ളത് കാലാകാലങ്ങളിലുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സ്ഥാനികളും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണെന്ന് കാലങ്ങളായി മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്ന എനിക്കും നല്ല ഉറപ്പുണ്ട്. എന്നാൽ മലങ്കര സഭയിൽ ഞങ്ങൾ ഓരോരുത്തരും സ്ഥാനികളായി വന്നപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ഹാള് നവീകരിച്ച് ഏറ്റവും സഭയുടെ അഭിമാനമായി സഭയുടെ ഇന്നത്തെ പ്രൗഢിക്കനുസരിച്ച് അതിനെ മോഡീകരിച്ച് നന്നാക്കണം, അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് ഏറ്റവും ശ്രേഷ്ഠമായി ഒരുക്കണമെന്നുള്ളത് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും സഭയുടെ സ്ഥാനികൾക്കും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡ് അംഗങ്ങൾക്കും അതിനെല്ലാം അപ്പുറമായി പരിശുദ്ധ ബാവ തിരുമേനിയുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ്. സഭാ മാനേജിംഗ് കമ്മിറ്റി നിലവിൽ വന്നിട്ട് 150 വർഷം അടുത്ത വർഷം തികയുകയാണ്. ആ 150-ാം വർഷത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ചിരകാലാഭിലാഷമായിരുന്ന ഈ ഹാളിന്റെ നവീകരണം പൂർത്തിയാക്കുവാൻ ഇടയാക്കിയ ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി സഭാ മാനേജിംഗ് കമ്മിറ്റിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സഭാ മാനേജിംഗ് കമ്മിറ്റി എൻ്റെ യജമാനനും എൻ്റെ ഉപദേശകനും എൻ്റെ സഹായിയുമാണ്. ഈ മാനേജിംഗ് കമ്മിറ്റി ഈ മലങ്കര മെത്രാപ്പോലീത്തായുടെ കാതോലിക്കായുടെ സഹായിയായി അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ യാത്രയിൽ ഒരു വലിയ നാഴികക്കല്ലാണ് തീർച്ചയായും ഇത്.